ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്ന് പറയുന്ന ഭാഗത്തിലെ കുറച്ച് പാഠഭാഗങ്ങളും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ്. വീടിനകത്ത് ഒതുങ്ങിയിരുന്നാൽ എന്തറിയാനാണ്? വീടറിയാനും നാടറിയാനും പുറത്തിറങ്ങണം. വരൂ, നമുക്കൊരു യാത്ര പോകാം. ഹലോ ഗൈസ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ? ഇതാണ് കേരള കലാമണ്ഡലം. വരൂ എൻ്റെ കൂടെ നോക്കൂ. ഇതാണ് മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമ. അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. തൊട്ടു വടക്കുവശത്തായി ഉയർന്ന കൊടിമരം കാണാം. അവിടെയാണ് കൂത്തമ്പലം. അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നു. അതെ, അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരിയാണ്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. കഥകളിക്കളരിക്കപ്പുറം ഇനിയുമുണ്ട് ധാരാളം കാണാൻ. ഓരോന്നോരോന്നായി നമുക്ക് കാണാം. നാം കാണുന്ന കാഴ്ചകളെ മറ്റുള്ളവർക്ക് കൂടി കണ്ടറിയത്തക്ക വിധം അവതരിപ്പിക്കുന്ന ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണിത്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളും ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കൂ. വീട്ടിൽ വെച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ വെച്ച് വീഡിയോ തയ്യാറാക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കും. അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് ഹോം ടൂറൊക്കെ. ഇപ്പോൾ യൂട്യൂബിലും എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിക്കൂടെ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പഠന പ്രവർത്തനം. ഇനി ഭൂമിയിൽ താമസിക്കുന്നവരുടെ യാത്രാനുഭവമാണ് നാം ഹോം ടൂറിൽ പങ്കുവച്ചത്. ഇനി ഭൂമി കാണാൻ വന്ന ചിലരുടെ യാത്രാനുഭവം വായിക്കൂ. ഭൂമിയിലെത്തിയ വിരുന്നുകാർ. ഡെങ്കായിയും ഇങ്കായിയും ഇപ്പോൾ ഒരു തീവണ്ടിയിലാണ്. കടപ്പുറത്ത് നിന്ന് അവർ ഒരു വഴിയിലാണ് എത്തിയത്. അതിലൂടെ കുറച്ചു നേരം നടന്നപ്പോൾ അവർക്ക് കുറുകെയുണ്ട് ഒരു വലിയ വാഹനം നീണ്ടു കിടക്കുന്നു. വാഹനത്തിൽ നിറച്ചും മങ്ങിയ വെളിച്ചവും. ഇത് തീവണ്ടിയാണ്, മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനം. ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിൻ്റെ യാത്ര. ഡെങ്കായി ഇങ്കായിയോട് പറഞ്ഞു, നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡെങ്കായി? കൊള്ളാം. ഡെങ്കായിക്കും മോഹമായി. ഭൂമിയിൽ വന്നിട്ട് മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി നോക്കുക രസകരം തന്നെ. തിരിച്ചു ചെന്നാൽ കൂട്ടുകാരോട് പറയാൻ ഒരു വിശേഷവുമായി. അവരുടെ ഗ്രഹത്തിൽ ക്ഷീണം തോന്നുന്നവർ വിശ്രമിക്കും, മറ്റുള്ളവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും. രാത്രിയായാലും പകലായാലും ഒന്നിച്ച് വിശ്രമിക്കുകയേയില്ല. മുറിയുടെ മറ്റേ അറ്റത്ത് എത്തിയപ്പോൾ ഇരുന്നു യാത്ര ചെയ്യുന്ന 3 യാത്രക്കാർ. വിശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ, ഡെങ്കായി മന്ത്രിച്ചു. അവർ ആ യാത്രക്കാരുടെ മുന്നിലെത്തി. 3 പേരും ധരിച്ചിരിക്കുന്നത് ഒരുപോലുള്ള വേഷം. തലയിൽ തൊപ്പി, അരയിൽ പട്ട, കാപ്പിയുടുപ്പ്. എന്തോ ഒരു ആയുധമുണ്ട് കയ്യിൽ. അതും കുത്തിപ്പിടിച്ച് കണ്ണടച്ച് പരസ്പരം തോളിൽ ചാരിയാണിരിപ്പ്. വണ്ടിയുടെ താളത്തിനൊത്ത് തലയും ഉടുപ്പും ആടിയുലയുന്നുമുണ്ട്. മുടി മുറിക്കുന്ന കാര്യം പറയ്, ഇങ്കായി മന്ത്രിച്ചു. ഡെങ്കായി ആദ്യത്തെ യാത്രക്കാരൻ്റെ തോളിൽ തൊട്ടു. അയാൾ ചാടി എണീറ്റ് ഡെങ്കായിയുടെ നേരെ തോക്ക് ചൂണ്ടി. പിന്നെ കണ്ണുകൾ തുറിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ വീഴ്ച. ഇപ്പോൾ പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ആ നിമിഷത്തിൽ മറ്റു 2 പേരും ചാടി എണീറ്റു. അവർ തോക്ക് ചൂണ്ടുക കൂടി ചെയ്തില്ല, മലർന്നു വീണു. ശബ്ദം കേട്ട് ഓടി വന്ന 2-3 യാത്രക്കാരും ഡെങ്കായിയെയും ഇങ്കായിയെയും മുന്നിൽ ബോധമറ്റു വീഴുക തന്നെ ചെയ്തു. ഡെങ്കായി, എന്തോ കുഴപ്പമുണ്ട്. ശരിയാ, ഇത് ആചാരമൊന്നുമല്ല, തീർച്ച. അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു, കൈ കൊട്ടുന്ന ശബ്ദവും. ഏയ് മണ്ടായി, ഒരു കുട്ടിയാണ്. മുകളിലെ തട്ടിലിരുന്ന് അവൻ അതിഥികളെ നോക്കി ചിരിക്കുകയാണ്. ഡെങ്കായിയും ഇങ്കായിയും ഒറ്റച്ചാട്ടത്തിന് അവൻ്റെ അരികിലെത്തി. ഞാൻ മണ്ടായിയല്ല, ഡെങ്കായി പറഞ്ഞു. മണ്ടായി അല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചത് എന്തിനാ? കുട്ടി ചോദിച്ചു. എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, മണ്ടായിക്ക് ഉണ്ടക്കണ്ണും വലിയ ചെവിയും വാലും ഉണ്ടാവുമെന്ന്. ചീത്ത കുട്ടികളെയും വികൃതി കാട്ടണവരെ മണ്ടായി പിടിച്ചോണ്ടോവും. കൈയും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് കനലിലൂടെ ഉരുട്ടും. വികൃതികളെ പാഠം പഠിപ്പിക്കാനാ. ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മണ്ടായിയെ വിളിച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ. എന്താ ഈ പോലീസ് എന്നുവെച്ചാൽ? ഇങ്കായി ചോദിച്ചു. കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നതവരാ, ഡെങ്കായി പറഞ്ഞു. തീവണ്ടിയിൽ കള്ളൻ വരാതിരിക്കാനാവും അവർ ഇതിലിരിക്കുന്നത്. പോലീസുകാരെന്താ വികൃതി കാട്ടുമോ? ഇങ്കായി ചോദിച്ചു. അവര് പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടിയിന്ന് താഴെ തള്ളിയിറക്കി. പാവം പാവക്കുട്ടികൾ ഒക്കെയും നിലത്തു വീണു പൊട്ടിപ്പോയി. അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമനും ഉറക്കെ കരഞ്ഞു. കുട്ടി വിതുമ്പി. സാരമില്ല, ഡെങ്കായി സമാധാനിപ്പിച്ചു. എന്താ കൂട്ടുകാരൻ്റെ പേര്? ഉണ്ണിക്കുട്ടൻ. ഞാൻ മംഗലാപുരത്ത് മാമൻ്റെ വീട്ടിൽ പോയി വരിക. ഉണ്ണിക്കുട്ടൻ ഡെങ്കായിയുടെ ചെവി പിടിച്ചൊന്നാട്ടി.
മുടിയിൽ വിരലോടിച്ചു. വാലിൽ വെറുതെ തൊട്ടു നോക്കി. സത്യമായിട്ടും നിങ്ങൾ മണ്ടായികളല്ലേ? ഞാൻ ഡെങ്കായി, ഇവൻ ഇങ്കായി. ഞങ്ങൾ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്നും വരുന്നു. ഞങ്ങൾക്ക് ഭംഗിയായി മുടി വെട്ടണം. മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയതാ ഞങ്ങൾ. ഇവിടെ ഡെങ്കായിയെയും ഇങ്കായിയെയും കുട്ടിയുടെയും ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? അല്ലേ നിങ്ങളെ പാഠഭാഗത്ത്? നന്നായി. കോഴിക്കോട് അങ്ങാടിയിൽ ഒത്തിരി മുടിവെട്ടുകാരുണ്ട്, ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. അതെവിടെയാ? ഇനി വണ്ടി നിർത്തുന്നിടത്ത് കോഴിക്കോട്ടാ. എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം, ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. ഡെങ്കായിയും ഇങ്കായിയും സന്തോഷമായി. ഡെങ്കായിക്കും ഇങ്കായിക്കും സന്തോഷമായി. ഉണ്ണിക്കുട്ടാ, നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണ് ആദരിക്കുമോ? ഇങ്കായി ചോദിച്ചു. മലർന്നു വീഴേ? ഉണ്ണിക്കുട്ടന് ഒന്നും മനസ്സിലായില്ല. ദാ ആ പോലീസുകാർ ചെയ്തതുപോലെ, ഡെങ്കായി പറഞ്ഞു. ഉണ്ണിക്കുട്ടന് ചിരി പൊട്ടി. പേടിത്തൊണ്ടന്മാർ, അങ്ങനെ വേണം. വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരൊക്കെ പേടിപ്പിച്ച് ഓടിച്ചല്ലേ ദുഷ്ടന്മാർ. ഡെങ്കായും ഇങ്കായും പരസ്പരം നോക്കി. ജനു, ഭൂമിയിലെത്തിയ വിരുന്നുകാർ. ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. യാത്രാനുഭവം മൗനമായിട്ട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? ഇവിടെ ഉണ്ണിക്കുട്ടനെയാണ് എനിക്ക് ഇഷ്ടമായത്. കാരണം പോലീസുകാർ ഇറക്കിവിട്ട ആളുകളോടുള്ള സഹതാപം, മനുഷ്യത്വമാണ് കാണിക്കുന്നത് അല്ലേ? ഉണ്ണിക്കുട്ടൻ്റെ ആ ഒരു സ്വഭാവം എന്താണ്? ആ ഒരു മനുഷ്യത്വത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത പ്രവർത്തനം എന്താണ്? അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം. റോൾ പ്ലേ ആയി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. റോൾ പ്ലേ അവതരിപ്പിക്കൂ അല്ലേ? അഭിനയിക്കുക. നിങ്ങൾ ക്ലാസ്സിലെ ഫ്രണ്ട്സുകളെ ഇതിൽ ഡെങ്കായും ഇങ്കായും ആ ഉണ്ണിക്കുട്ടനുമായിട്ട് ട്രെയിനിൽ നിന്ന് കാണുന്ന ആ രംഗം അവതരിപ്പിക്കാം. പിന്നെ അഭിനയിപ്പിക്കാം. ഇങ്കായും ഡെങ്കായും വരുന്ന ആ രംഗം നിങ്ങൾക്ക് റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കാം അല്ലേ? അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കാം. ഇനി 2 ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥ വായിക്കൂ. രസകരമായ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് വരച്ചു ചേർക്കൂ. സവാരി. 2 ഉറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു. പാറിപ്പറന്ന് മടുത്തു. ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു. അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക? നിർത്താനായി കുറേ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ട് മനസ്സിലായതുമില്ല. അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ. അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ ഉറുമ്പും ഒരിലയിൽ എഴുതിക്കൊടുത്തത്. ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചില്ലയിൽ തൂങ്ങി. പറന്നു പറന്ന് വഴിമാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ ഇറങ്ങിയപ്പോൾ മാത്രമാണ്. ഇനി എന്ത് ചെയ്യും? വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു. ആളു കയറാനുണ്ടെന്ന് ഒരിലയിലെഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരപ്പൂപ്പൻ താടിക്കായി അവർ കാത്തുനിന്നു. ഷിനോജ് രാജ്. വായിച്ചു പോകുന്ന കഥകൾ. ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനം നമുക്ക് നോക്കാം. ഉറുമ്പുകൾ തിരിച്ചു പോവാനായി കാത്തുനിന്നു. പക്ഷേ ഒരപ്പൂപ്പൻ താടി പോലും ആ വഴി വന്നില്ല. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? പറഞ്ഞു നോക്കൂ. ഒരുപാട് കാത്തുമടുത്ത ഉറുമ്പുകൾ സഹികെട്ടു അവിടെ പുഴയിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി. അപ്പോഴാണ് ഒരു ഇലത്തോണി തുഴഞ്ഞു വരുന്ന തോണിക്കാരനെ കണ്ടത്. ഒന്നും നോക്കിയില്ല. ആ തോണിയിൽ അവർ എടുത്തു ചാടി. ആടിയുലഞ്ഞ തോണിയിൽ കയറി അവർ യാത്ര ആരംഭിച്ചു. അടുത്ത പ്രവർത്തനം. ഇത് ഉറുമ്പുകളുടെ സവാരിക്കഥ. നിങ്ങൾക്കും യാത്ര ചെയ്തതിൻ്റെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ആ അനുഭവങ്ങൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ അനുഭവം എഴുതാം. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി കാണിച്ചു തരാം. ഊട്ടിയിലെത്തിയ ഞാൻ കുതിര സവാരിക്കായി കയറി. കുതിര യാത്ര വളരെ ആസ്വദിച്ചു വരുന്ന സമയം ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു മാറ്റം കുതിരയിൽ എനിക്ക് അനുഭവപ്പെട്ട് തിരിഞ്ഞു നോക്കിയതും കുതിര എന്നെ മേലോട്ടുയർത്തി താഴേക്ക് ഒറ്റ തട്ടൽ. പേടിച്ച് വിറച്ച ഞാൻ ജീവനം കൊണ്ട് ഓടി. വഴിതെറ്റിയ ഞാൻ ഏതൊക്കെയോ വഴിയാത്രക്കാരുടെ സഹായത്തോടെ തിരിച്ചെത്തി. ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.